ഗൂഗിൾ ക്ലാസ് റൂം നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് പോയിട്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ട് ക്രോം എന്ന് പറയുന്ന ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യാം. ക്രോം എന്ന് പറയുന്ന ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകളിലെ സെർച്ച് ബാറിൽ ഗൂഗിൾ നടിച്ചു കൊടുക്കുക. ഗൂഗിൾ നടിച്ചു കൊടുത്താൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും, പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിളിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് എസ് എന്ന് പറയുന്നൊരു ഇത് കാണാം, ലെറ്റർ കാണാം. അത് ഞാൻ ഇവിടെ എൻ്റെ ജിമെയിൽ ID ഇവിടെ ലോഗിൻ ചെയ്തതെന്നുള്ളതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. ഇതിലുള്ള ജിമെയിൽ ID വരും. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു അക്കൗണ്ട് ചേർക്കും എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ ID അടിക്കാനും അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ. ഫസ്റ്റ് ജിമെയിൽ ID അടിക്കാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ, നിങ്ങൾ എന്ത് ഫോൺ നമ്പറാണോ കൊടുത്തത് ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അടുത്തത് അടിക്കുക, എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജിമെയിൽ IDയിൽ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അവിടെ കാണിക്കും, പ്രൊഫൈൽ പിക്ചർ അവിടെ കാണിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 9 ഡോട്ടുകളാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 9 ഡോട്ടുകൾ, 9 കുത്തുകൾ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ധാരാളം പ്രോഡക്റ്റ്സ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് റൂം എന്ന് പറയുന്ന സൈറ്റിൻ്റെ ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് റൂം, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലിപ്പം ഒരു ക്ലാസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ക്ലാസ് റൂമാണിത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വന്ന വർക്കുകളും മറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ് വർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും കൊടുത്തിരിക്കുന്ന വർക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വർക്ക്, ഇപ്പോൾ അന്നന്ന് തരുന്ന വർക്കുകൾ അന്നന്ന് തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ മലയാളം കോപ്പി ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വ്യൂ അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മോളൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ എന്ന് കാണാം. ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓപ്പൺ ആവും. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ അത് കാണുക. ഏത് വീഡിയോ ആണ് അവിടെ തന്നിരിക്കുന്നത് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് തന്നെ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ഓർ ക്രിയേറ്റ് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫയൽ കൊടുക്കുക. ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റീസെൻറ്റ്, അപ്ലോഡ്, മൈ ഡ്രൈവ്, സ്റ്റാർട്ട്, ഇത്ര ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ അപ്ലോഡിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം അതിൽ ബ്രൗസ് ക്ലിക്ക് ചെയ്യാം. ബ്രൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് എന്താണ്, ക്യാപ്ചർ ഇമേജ്, പെട്ടെന്ന് തന്നെ ഇമേജ് എടുക്കാനും. നെക്സ്റ്റ് ക്യാംകോർഡർ, വീഡിയോ എടുക്കാനും. റെക്കോർഡർ, വോയിസ് റെക്കോർഡ് ചെയ്യാനും. അതുപോലെ തന്നെ ഫയൽസ്. അപ്പോൾ നമ്മൾ ഇത് ഫയൽസ് ആണ് എടുക്കുന്നത്. ക്യാപ്ചർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച ഫോട്ടോസാണ് നമുക്ക് ഫയൽസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിലേക്ക് ചെയ്യാനായി. ഞാനൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്ലോഡായി, വർക്കിലേക്ക് അപ്ലോഡായി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു
ഒരു പേജും കൂടി ഉണ്ട്, അതിൻ്റെ ആ വർക്ക് ഒരു പേജും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏഡ് ഒന്നുകൂടി കൊടുക്കുക. ഫയൽസ് പോവാം, അപ്ലോഡിലാണ് കിടക്കുന്നത്, ബ്രൗസ് പോവാം, ഫയൽസ് പോവാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ആ ഫയല് ക്ലിക്ക് ചെയ്യാം. ആ ഫയലോ അല്ലെങ്കിൽ വേറെ ഫയലോ ക്ലിക്ക് ചെയ്യാം. അതും ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അപ്ലോഡായി. അപ്പോൾ ഹാൻഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അധ്യാപകർക്ക് സെൻഡ് ആവും. ആ ക്ലാസ് റൂമിലെ അധ്യാപകർക്ക് സെൻഡ് ആവും. ഹാൻഡിൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കൺഫേം ചെയ്യാനാണ് ചോദിക്കുന്നത് ഹാൻഡിൻ. അപ്പോൾ ഹാൻഡിൻ കൊടുത്തു. ഹാൻഡിൻ കൊടുത്ത ആ അധ്യാപകർക്ക് വർക്ക് സബ്മിറ്റ് ആയി ഗൂഗിൾ ക്ലാസ് റൂമിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ചില ആളുകളുടെ ഫോണുകളിലൊക്കെ മെമ്മറി ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥിതിയാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.